വയനാട് ബത്തേരിയിൽ വന്യജീവി ആക്രമണം. ചീരാൽ വെള്ളച്ചാൽ സ്വദേശി റെജിയുടെ പശുവിനെ ആക്രമിച്ചു കൊന്നു. പുലിയാണ് ആക്രമിച്ചതെന്നതാണ് സൂചന. സുർജിത്ത് അയ്യപ്പത്താണ് ചേരുന്നത് വയനാട്ടിൽ നിന്ന് വിവരങ്ങളുമായി. സുർജിത്ത് പറയൂ. സുർജിത്ത്, ഇപ്പോഴും ഓരോ പ്രേക്ഷകർ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ കാര്യം വലിയ കഷ്ടമാണെന്ന്. ദാ ഇപ്പോൾ ഏറ്റവും പുതുതായി വരുന്ന വിവരം. വയനാട്ടിൽ വീണ്ടും വന്യജീവി ആക്രമണം ഉണ്ടായിട്ടുണ്ട് സ്മിത, പ്രവിത. പുലർച്ചെയാണ് ഉണ്ടായതെന്നാണ് കരുതുന്നത്. ബത്തേരി ചീരാൽ വെള്ളച്ചാൽ ഒപ്പമറ്റം റെജിയുടെ പശുവിനെയാണ് വന്യജീവി ആക്രമിച്ച് കൊന്നിരിക്കുന്നത്. അത് പശുക്കിടാവാണ്. ഇതിന്റെ പിൻഭാഗം കടിച്ച നിലയിലാണ് കാണുന്നത്. പുലിയാണ് എന്നുള്ള സംശയമാണുള്ളത്. പ്രത്യേകിച്ച് അവിടുത്തെ കാൽപ്പാടുകളടക്കം നാട്ടുകാർ പരിശോധിക്കുമ്പോൾ പുലിയാണ് എന്നുള്ള സൂചനയാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഈ ചീരാൽ എന്ന് പറയുന്ന പ്രദേശം അതിന്റെ ഒരു ഭാഗത്ത്, അതായത് അല്പദൂരം മാറിയാൽ വനമേഖലയുണ്ട്, തോട്ടങ്ങളുണ്ട് ധാരാളം. അങ്ങനത്തെ ഒരു ഭൂപ്രദേശമാണ്. പ്രത്യേകിച്ച് ഈ നൂൽപ്പുഴ ആ മേഖലയിലേക്ക് പോകുന്ന ആ വഴിയാണ് ഈ പ്രദേശമുള്ളത്. നേരത്തെ ഏതാണ്ട് ഇതിന്റെ അകലെയുള്ള ഒരു പ്രദേശത്ത് പുലിയുടെ സാന്നിധ്യം നേരത്തെ കണ്ടിരുന്നു. റോഡ് മുറിച്ചു കിടക്കുന്ന ഒരു പുലിയുടെ ദൃശ്യം പുറത്തു വന്നിരുന്നു. പക്ഷേ ഇത് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് ജനവാസ കേന്ദ്രത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശങ്ക ഉളവാക്കുന്ന കാര്യം. കാരണം ജനവാസ മേഖലയിലേക്ക് ഈ പുലി സാന്നിധ്യം ഉണ്ടെങ്കിൽ അത് വലിയ രീതിയിൽ നാട്ടുകാർക്ക് ആശങ്ക കൂട്ടുന്ന ഒന്നാണ്. അതാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരടക്കമുള്ള സ്ഥലത്തേക്ക് എത്തുമെന്നുള്ള തരത്തിലുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. റെജി എന്ന് പറയുന്ന ആളുടെ അവിടെ തൊഴുത്തിൽ കെട്ടിയിരുന്ന ആ പശുക്കിടാവിനെയാണ് ഇപ്പോൾ ആക്രമിച്ച് കൊന്നിരിക്കുന്നത്. ശരി, സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്. വയനാട്ടിൽ നിന്നാണ് ആ വാർത്ത വന്നത്. പുലിയാണ് ആക്രമിച്ചത് എന്നാണ് സൂചന. നാട്ടുകാർ അങ്ങനെയാണ് പറയുന്നത്. പശുക്കിടാവിനെയാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.